എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. പിന്നെയും നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായി എത്തുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന എല്ലാ സാവകാശങ്ങൾക്കും ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയും ദൈവത്തിന് സകല മാനവും അർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം 3 കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഏർത്തിരുന്നു. പഴയ നിയമത്തിൽ നിന്നാണ് പല കഥാപാത്രങ്ങളെയും കുറിച്ച് പഠിച്ചത്. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുതിയ നിയമത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന കഥാപാത്രത്തിൻ്റെ പേര് യോഹന്നാനാണ്. അപ്പോൾ യോഹന്നാനെ കുറിച്ച് അറിയാത്തവരായി ആരും കാണത്തില്ല. നമ്മുടെ സമൂഹത്തിൽ തന്നെ യോഹന്നാൻ എന്ന പേരുള്ള അനേകം പേര് നമുക്കറിയാം, പലപേരുമായി നാം സംസാരിക്കുന്നവരുമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു പേരാണ് യോഹന്നാൻ. ദൈവത്തിൻ്റെ ദാനം എന്നാണ് യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം. സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി എഴുതുകയും അവണ്ണം തന്നെ ജീവിക്കുകയും ചെയ്തത് കൊണ്ടാവണം സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന അപരനാമത്തിന് താൻ അർഹനായത്. ഇന്ന് മനുഷ്യർ പലരിൽ നിന്നും സ്നേഹം പിടിച്ചു പറ്റുവാൻ കാട്ടിക്കൂട്ടാത്ത മാർഗങ്ങളില്ല. അടുത്ത ഭാഗത്ത് ദൈവം അനുവദിച്ചാൽ സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് ഒരു ദീർഘമായ പഠനം നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇന്ന് അതിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ദിവസം യോഹന്നാനെ കുറിച്ചൊന്ന് ചുരുക്കി പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പുതിയ നിയമത്തിൽ തന്നെ ഒത്തിരി യോഹന്നാൻ ഉണ്ടെങ്കിലും യേശുവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ചാണ് നാം ആദ്യമായിട്ട് പഠിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ള അപ്പോസ്തലന്മാരെയും കുറിച്ച് മറ്റുള്ള യോഹന്നാൻ എന്ന പേരുകളെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ ഇടയാകട്ടെ. പക്ഷേ ഇന്ന് നാം അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ചാണ് പഠിക്കുന്നത്. സെബദിയുടെ മകനും യാക്കോബിൻ്റെ സഹോദരനുമായ യോഹന്നാനാണ് നമ്മുടെ കഥാനായകൻ. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നു തന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനും ഏറ്റവും ഒടുവിൽ ലോകത്തോട് വിട പറഞ്ഞവനും ഈ നമ്മുടെ കഥാകൃത്ത് തന്നെയാണ്. മാത്രമല്ല, ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സത്യവും അതുതന്നെയാണ്. ഒരു സാധാരണഗതിയിലുള്ള വയസ്സ് ചെന്ന മരണമാണ് നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാന് ദൈവം നൽകിയത്. ഈ ലോകത്തിൻ്റെ ശക്തികൾ തന്നെ കൊല്ലുവാൻ ഒത്തിരി ശ്രമിച്ചു. തന്നെ പത്മോസിലേക്ക് നാടുകടത്തി തിളച്ച എണ്ണയിലിട്ടു. പക്ഷെ അതിനൊന്നും തന്നെ മരണത്തിന് കീഴടക്കുവാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിലായി നാം മനസ്സിലാക്കുന്നത് ഈ ശിഷ്യഗണങ്ങളിൽ തന്നെ ഏറ്റവും അവസാനമായി ഒരു സാധാരണ മരണം ലഭിച്ചത് നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാനാണ്. യേശുവിനെ സ്നേഹിച്ച് യേശു സ്നേഹിച്ച സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണ് ഈ യോഹന്നാൻ. അതുകൊണ്ടാവണം ചിരിച്ചാൽ ആയുസ് കൂടും എന്ന് ഒരു പഴഞ്ചൊല്ല് നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാം, സന്തോഷത്തോടെ ഇരിക്കാം. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ ദൈവം തരുന്ന ആയുസ് മുഴുവനും സന്തോഷത്തോടെ ജീവിക്കുവാനും സഹായിക്കും. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ കാണിച്ചെന്ന മാതൃകയിൽ സ്നേഹത്തിൽ ജീവിക്കാം, അന്യോന്യം പൊറുക്കാം, കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.